10 മണിയോടുകൂടി ആ ഒരു മീനൊക്കെ ഇങ്ങനെ പെട്ടക്കണയാണ്. ശരിക്കും ശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കരപ്പയിലേക്ക് ഇടിച്ചിടിച്ച് കയറുന്നു. ഒരുപാട് മീനുണ്ടായി. പിന്നെ ഏകദേശം പൂളാനും നങ്കും പൊന്തി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് അടിത്തട്ടിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഈ മഴ പെയ്യുമ്പോൾ അത്ര എന്തിനാണ് ഇവർ ഇങ്ങനെ ഇത് തള്ളണത്? അത് തന്നെ ഒരു ചതിയല്ലേ. ഈ 2 മഴ പെയ്ത് കല്ല് മാത്രമേ ഇവിടെ മീൻ ചത്തു പോകുന്നത്. വേറെ ഒരു നാട്ടിൽ, എൻ്റെ നാട്ടിൽ ചെറായി അങ്ങനെയുള്ള ഏരിയയിലൊന്നും മീൻ ചത്തു പോകുന്നില്ല. മഴ എന്തോരം പെയ്തിട്ടും മീൻ ചത്തു പോകുന്നില്ല. മീൻ കൂടുതൽ ഉണ്ടാകണുള്ളൂ. പക്ഷേ ഈ ഏരിയയിൽ മാത്രമാണ് മീൻ ചത്തു പോകുന്നത്. സ്ഥിരമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അടി കഴുകുന്നാണ് കുഴൽ വെച്ചേക്കണെന്നാണ് പറയണം. അപ്പോൾ ഇതുകൊണ്ട് പേരിൽ ഈ മത്സ്യങ്ങൾ ഇപ്പോഴല്ല ഈ ചത്തുകൊണ്ടിരിക്കണം. കാലങ്ങളായിട്ട് ഞാനിവിടെ കാണണേ എൻ്റെ മുമ്പിൽ വെച്ച് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ തെറ്റാണ്. ഇനി ആവർത്തിക്കരുതെന്ന് ഞാൻ പറയണം. ഭരണാധികാരികളോ മാലിന്യം ഒഴുക്കുന്ന കമ്പനികളോ സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തുന്നില്ല. ജീവികൾ അത് കരയിലായാലും വെള്ളത്തിലായാലും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്നുള്ളത് എറണാകുളം ജില്ലയിലെ ഏലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടുത്തെ പുഴകളിൽ ഫാക്ടറിയിൽ നിന്ന് ദ്രാവകങ്ങൾ ഒഴുക്കി മത്സ്യങ്ങൾ കണ്ടമാനം ചത്തുപൊന്തി. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് ഇവിടുത്തെ പരിസരവാസികളുടെ അടുത്ത് ചോദിച്ചറിയാം. ഭയങ്കര ദ്രോഹമാണ് ചെയ്തത്. മൊത്തത്തിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എത്രയോ പേരുണ്ട്. ഒരു ഭയങ്കര ദ്രോഹം ചെയ്തു. വ്യവസായ മേഖലയിലെ ഏതൊക്കെയോ കമ്പനിക്കാർ ചെയ്തു വെച്ചേക്കുന്നതാണ്. പാവപ്പെട്ട ഈ കൂട് കൃഷി നടത്തുന്ന കടം വാങ്ങിച്ചും കെട്ടുതാലി പണയം വെച്ചിട്ട് ഒക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ കഷ്ടത്തിലായിപ്പോയല്ലേ. അവർക്ക് ഇത് ആരെ ഒരു കോമ്പൻസേഷൻ സർക്കാർ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ പരിസരവാസികൾക്കൊക്കെ കിണറ്റിലേക്കൊക്കെ ഈ വിഷം ബാധിക്കും. ജനങ്ങൾക്ക് കുടിവെള്ളത്തിലേക്കൊക്കെ ബാധിക്കുന്ന കാര്യമില്ല. കുടിവെള്ളത്തിനകത്തേക്ക് എന്ന് പറയുമ്പോൾ വരും, വരാൻ സാധ്യതയുണ്ടല്ലോ. പെരിയാറിൽ നിന്നല്ല പമ്പിങ് നടക്കുന്നത് വാട്ടർ. മത്സ്യ കർഷകർക്ക് ഒരുപാട് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി. ഒത്തിരി പാവങ്ങൾ എന്തോരം എത്ര കടം വാങ്ങിച്ച്. ഒന്നാമത് ഈ കോവിഡൊക്കെ വന്നപ്പോൾ ആർക്കും ഒരു പണിയും കൂലി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഒരു ഗതിയില്ലാത്തവരാണ് പോയി ചെയ്തേക്കുന്നത്. അത് കെട്ടുകാലിവരൊക്കെ പണയം വെച്ചിട്ട് ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ, എന്ത് ചെയ്യാനാണ്, ആരുടെ അടുത്ത് പറയുന്നത്. ഞാൻ ഈ ബോട്ട് സർവീസ് നടത്തണതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഏകദേശം 8:30 മണിക്ക് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അനുജനോട് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞൊരു 9 മണിക്കാണ് രാത്രി. പിന്നെ ഈ പുഴയിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. കാരണം ഈ മീൻ ചത്തുപൊങ്ങി വന്നിട്ടുണ്ട്. സങ്കടമുണ്ട് അത് കാണണതിൽ. ഒന്ന് നോക്കാൻ പറഞ്ഞു. എൻ്റെ അനിയൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, പുഴയുടെ അരിയിലാണ്. ഒന്ന് നോക്കുമ്പോൾ ഞാൻ എൻ്റെ മകനും കൂടി ഒന്ന് നോക്കുമ്പോൾ മീനിങ്ങനെ ശ്വാസം മുട്ടാണ്ട് പൊങ്ങി വരുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ബംഗാളികളുണ്ടല്ലോ, കൊട്ടവലക്കാർ, അവർ വല വെച്ച് ഇങ്ങനെ എക്കത്തിനും കുറേ പിടിക്കുന്നുണ്ട്. കുറേ ഇങ്ങനെ വഴുതിപ്പോണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് വഞ്ചിയായിട്ടൊക്കെ ഇറങ്ങുന്ന ആ സമയത്ത്. അപ്പോൾ തുടക്കമാണ് ഇങ്ങനെ പൊങ്ങി വന്നുള്ളൂ. അപ്പോൾ അതൊരു നീല നിറത്തിലെ ടൈപ്പ് ഒരു പാലിൻ്റെ കളറ്, വൈറ്റും നീലയും കൂടി ചേർന്നൊരു കളറാണ്. കുറച്ച് വൈറ്റായിട്ട് വന്ന് കുറച്ച് നീലയായിട്ട് വന്നു പുഴ. ഏകദേശം ഒരു മണിക്കൂറോളം അത് നീണ്ടു നിന്നു. 10 മണിയോടുകൂടി ആ ഒരു മീനൊക്കെ ഇങ്ങനെ പെട്ടക്കണയാണ്. ശരിക്കും ശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കരപ്പയിലേക്ക് ഇടിച്ചിടിച്ച് കയറുന്നു. അത് കഴിഞ്ഞപ്പോൾ ചില മീൻ അവിടെ മുട്ടിയിട്ട് ചാടി കരപ്പയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കരിമീൻ, അതുപോലെ തന്നെ പിലോപ്പി, നമ്മൾ ഈ സാധാരണ ഇത് ഇവിടെ പുഴയുടെ അരിയിലാണെങ്കിലും അതിനൊന്നും കണ്ടിട്ടില്ല. അങ്ങനത്തെ അത്ര സൈസ് ആണ് വല്ലപ്പോഴും കാണാറില്ല. അത്ര വലിയ ഈ പിലോപ്പിയും കരിമീനാണ്, വലിയ സൈസ് ആണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ കാളാഞ്ചി കുഞ്ഞി, കട്ട്ല, അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറേ മീനുകൾ, ഒരുപാട് മീനുണ്ടായി. പിന്നെ ഏകദേശം പൂളാനും നങ്കും പൊന്തി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് അടിത്തട്ടിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് ഈ വിഷം. അത്ര വിഷമാണ്. കാരണം അത് വട്ട മീനാണ് ഈ നങ്കെന്ന് പറഞ്ഞാൽ. അങ്ങനെ ടേസ്റ്റുള്ള മീനാണത്. അത് പൊങ്ങിങ്ങാട് അടിയിൽ നിന്ന് പൊങ്ങി വന്ന് ഇങ്ങനെ വലിയൊരു ഇലമാരെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. അതിങ്ങനെ പെട്ടക്കണ ടൈപ്പ് ഇങ്ങനെ പൊളഞ്ഞിട്ട് ഇങ്ങനെ. കാരണം മാരകമായ വിഷമാണ് അത് വന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം നോക്കിയിരുന്നു. കുറേ പേരൊക്കെ അവിടെ പിടിക്കണ്ടായി. ഞങ്ങൾ അവിടെ പിടിക്കല്ലേ എന്ന് പറഞ്ഞ് കുറേ നേരം നോക്കിയിരുന്നു. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ഇവിടെ നിന്നുള്ള വണ്ടി വന്നു. നമ്മുടെ ഇത് നോക്കണ ഇതുണ്ട്, മാനോളജിയുടെ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി ഒരു ലുങ്കിയൊക്കെ എടുത്താണ് വന്നത്. 2 സാറുമാർ വന്നു. അപ്പോൾ ആ വണ്ടിയുടെ ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായി ഇവരാണെന്ന്. അവർ പറഞ്ഞ് ഇങ്ങനെ വെള്ളം വിട്ടിട്ടുണ്ടെന്നും പറഞ്ഞൊരു ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആരോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന് നോക്കാൻ പോകുന്നു. സാറേ ഇത് വെള്ളം വിട്ടല്ല, ഇത് വെള്ളം വിട്ട് ഞങ്ങൾക്ക് വെള്ളം കലക്കിയേ വരുള്ളൂ, ഇത് വിഷം കലക്കിയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ നാട്ടുകാർക്ക് തന്നെ തോന്നി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വഞ്ചിയാണ് കിടക്കുന്നത്. ഇവിടേക്ക് ഇവിടുത്തെ ഡ്യൂട്ടി ഒരു 6 മണിയാകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞ് പിന്നെ
വലയിടും. ഡെയിലി മീൻ പിടിക്കാറുണ്ട്. വീട്ടിലുള്ള കറിക്കൊക്കെ കിട്ടും. 3 നേരം കറിക്കുള്ള മീൻ ഇവിടുന്ന് കിട്ടും. ഉള്ളും തിലോപ്പിയും പിന്നെ അതുപോലെ തന്നെ ഈ കരിമീൻ്റെ ചെറിയ കരിമീൻ, നങ്ക്, പൂളാനൊക്കെയാണ് എനിക്ക് സ്ഥിരം കിട്ടാറുള്ളത്. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ട് ഞാനും വഞ്ചി മുങ്ങിക്കിടക്കുകയാണ്. വലയൊക്കെ കയറ്റി വെച്ച് ഇനി കുറച്ച് നാളത്തേക്ക് നോക്കണ്ട. കാരണം ഈ പ്രാവശ്യം ഒരുപാട് മീനുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ സന്തോഷമായിരുന്നു. കാരണം ഞങ്ങൾ എല്ലാ വർഷവും മീൻ കയറി തന്നെ. പക്ഷേ ഈ പ്രാവശ്യം വന്നത് ഒരുപാട് മീനാണ്. കാരണം ഈ വെറുതെ വല വെച്ചാൽ പോലും അതിനകത്ത് മീനാണ്. അങ്ങനെയുള്ള രീതിയായിരുന്നു ഈ വർഷം. ഈ വർഷം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു. കാരണം ഒരുപാട് മീൻ നമ്മളെപ്പോൾ ഇട്ടാലും നല്ലോണം മീൻ കിട്ടും. എനിക്കും കിട്ടും, ആർക്കെങ്കിലും ഞങ്ങളുടെ ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള മീനും കിട്ടും. അങ്ങനെ വിൽക്കാറൊന്നുമില്ല, സ്വന്തമായിട്ട് തന്നെ എടുക്കുന്നത്. അങ്ങനെ നല്ലോണം നല്ല രീതിയിൽ തന്നെ മീനുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഇപ്പോൾ 2-ാം ദിവസം 3-ാം ദിവസമായി ഒന്നുമില്ല പുഴയിൽ. കാരണം പുഴയൊക്കെ കാലിയായി. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ബോട്ടിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ മീനിങ്ങനെ പൊടി കണക്കിനൊക്കെ. ഇപ്പോൾ ഒന്നുമില്ല. വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. കാരണം താഴേക്ക് ഒരു ഏകദേശം ഒരു 10 കിലോമീറ്ററോളം അതിൻ്റെ വിഷം നിന്നെന്ന് പറയുന്നത്. എല്ലാ വർഷവും ഇതിങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പത്രക്കാരൊക്കെ ഞങ്ങൾ പോയി. പിന്നെ ആരും വിളിക്കാൻ തോന്നിയില്ല. കാരണം ആരോടും നമ്മൾ ഫോൺ ചെയ്തൊന്നും പറയാനൊരു താല്പര്യം ഉണ്ടായില്ല. കാരണം ആരും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നറിയാം. അത് എല്ലാ വർഷവും ഞങ്ങൾ കാണും. പക്ഷേ ഈ വർഷം ഭയങ്കര പിറ്റേ ദിവസം അറിയണത് 10 കിലോമീറ്റർ വരെ ഇതിൻ്റെ ഈ വിഷം വ്യാപിച്ചെന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ മറ്റേ കൂട് കൃഷി നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ എന്ന് വെച്ചാൽ കയ്യിൽ നിന്നൊന്നും പോയില്ല. മീൻ പുഴയിൽ കിടക്കുന്ന നഷ്ടപ്പെട്ട് ഇനി ഇട്ടാൽ കിട്ടൂലെന്നുള്ളൂ. പക്ഷേ ഈ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തോട്ട് ഈ മത്സ്യകൃഷി നടത്തുന്ന ഒരുപാട് സാധാരണക്കാർ പാവങ്ങളുണ്ട്. കാരണം ഈ എന്തോരം പൈസ ഉണ്ടെങ്കിലും അവർ മാക്സിമം പൈസ മുടക്കി വീട്ടിലുള്ള കെട്ടുകാലി വരെയും പണയം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ഒരു ഇതുപോലെ തുടങ്ങിയേക്കുന്നത്. അവരുടെയൊക്കെ പിറ്റേ ദിവസത്തിലാണ് മൊബൈലിൽ ഞാൻ കാണുന്നത്, ടി വിയിൽ കണ്ട് ഇങ്ങനെ ഓരോരുത്തർ ഇട്ടേക്കണത്. ഇങ്ങനെ ഈ കാളാഞ്ചി അതുപോലെ തന്നെയൊക്കെ ഏകദേശം ഒരു കൂടുതൽ 600 ഒറ്റ കാളാഞ്ചി ഉണ്ടാകുന്നുണ്ട്. ഒരു 1.5 കിലോത്തിൻ്റെയൊക്കെ അങ്ങനെ തന്നെ ചത്തു പൊങ്ങിയത്. ഭയങ്കര സങ്കടമായി പോയത്. കാരണം എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും അവർ. നമ്മൾക്ക് തന്നെ അങ്ങനെ ഓർക്കാനുള്ളൂ. കാരണം നമ്മളിങ്ങനെ കണ്ടതുകൊണ്ട് പുഴയിൽ കിടക്കണ മുതൽ നമുക്ക് കാണുന്നതിൻ്റെ ഉള്ളിൽ സങ്കടപ്പെടുന്നത്. പക്ഷെ അവരൊക്കെ സ്വന്തം പോയിരുന്നു. ഇതൊക്കെ എങ്ങനെ സഹിക്കണം എന്നുള്ളതാണ് അറിയുന്നത്. വളരെ ഒരു വിഷമം ചെന്നൊരു കാര്യമാണ്. ആരോട് പറയാനാണ്. അപ്പോൾ ടി വിക്കാരൊക്കെ വന്നിട്ട് എല്ലാവരും ഉണ്ട്. അവരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം 2-3 ദിവസത്തേക്ക് ഇതൊരു ചർച്ചയായിട്ട് വരും. പിന്നെ ഇത് നഷ്ടപ്പെടും. വലിയ സ്വാധീനമുള്ള ആൾക്കാരായിരിക്കും ഈ വിഷമൊക്കെ തള്ളാനത്. അതിൻ്റെ വലിയ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ആരും വലിയ കുറച്ച് 2-3 ദിവസമൊക്കെ പ്രതികരിക്കും. അത് കഴിഞ്ഞൊക്കെ എല്ലാവരും പഴയ പോലെയൊക്കെ തന്നെ ആവും. ഇത്രയല്ല ഏട്ടാ പറയാം. ശരി. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ ചെറായി സ്വദേശിയാണ്. ഇവിടെ കുറച്ച് നാളായിട്ട് റെൻറ്റിന് താമസിക്കുന്നതാണ്. കരിമീനൊന്നും മേടിക്കരുതും, ചെറിയ പള്ളി മാർക്കറ്റ് ഏത് മാർക്കറ്റിൽ നിന്ന് വില കുറവിന് കരിമീൻ കിട്ടിയാലും വാങ്ങരുതും. അതിങ്ങനെ കമ്പനിയിൽ നിന്ന് വിഷവെള്ളം തള്ളിയിട്ടുള്ള ഇതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം എൻ്റെ ഇത് പറയണമെങ്കിൽ ഇവർ ഈ മഴ പെയ്യുമ്പോൾ മാത്രം എന്തിനാണ് ഇവർ ഇങ്ങനെ ഇത് തള്ളണത്? അത് തന്നെ ഒരു ചതിയല്ലേ. ഈ മഴ 2 ദിവസം അടുപ്പിച്ച് പെയ്താൽ ഇവരങ്ങനെ തള്ളും. കാരണം അപ്പോൾ ജനങ്ങളാരും ഇവിടെ കൂടറില്ല, ചൂണ്ടിടാൻ ആരും പനിയില്ല. അതൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഈ ഉന്നതന്മാർ ഈ വക കൃത്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ വിഷവെള്ളം തള്ളുന്ന കമ്പനിക്കാരാണെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടേക്കണത്. എന്തായാലും അത് സത്യമാണ്. കാരണം ഈ 2 മഴ പെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ മീൻ ചത്തു പോകുന്നത്. വേറെ ഒരു നാട്ടിൽ, എൻ്റെ നാട്ടിൽ ചെറായി അങ്ങനെയുള്ള ഏരിയയിലൊന്നും മീൻ ചത്തു പോകുന്നില്ല. മഴ എന്തോരം പെയ്തിട്ടും മീൻ ചത്തു പോകുന്നില്ല. മീൻ കൂടുതലുണ്ടാകണുള്ളൂ. പക്ഷേ ഈ ഏരിയയിൽ മാത്രമാണ് മീൻ ചത്തു പോകുന്നത്. ഇവിടെ മാത്രം ഈ മീൻ ചത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇത്ര നല്ല മഴയൊക്കെ പെയ്തിട്ട് കുട്ടനാട്ടിൽ മീൻ ചത്തു പോകുന്നില്ല. ഇവിടെ എന്തുകൊണ്ട് മാത്രം ഈ ഏലൂരി ഭാഗത്ത് വരാപ്പുഴ ഭാഗത്ത് എന്തുകൊണ്ട് മാത്രം മീൻ ചത്തു പോകുന്നത്? അതേ അത്രേ ഉള്ളൂ. ഇത് സംഭവം ഓക്കെയാണ്. നമുക്ക് പിന്നെ തുറന്ന് പറയാൻ പറ്റില്ല. ഞാനിവിടെ റെൻറ്റിന് താമസിക്കുന്ന ആൾ, ഞാനിതൊക്കെ പറയും ലാസ്റ്റ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ. അതുകൊണ്ട് മാത്രം പറയണ ഇത് സത്യമായ കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ മഴക്കാലത്ത് മാത്രം എന്തുകൊണ്ട് മീൻ ചത്തു പോകുന്നത്? 2 മഴ പെയ്യുമ്പോഴാണ് ഈ മീൻ ചത്തു പോകുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ ഇത്. കാരണം ആ സമയത്ത് ഒരാളും ഈ പരിസരത്ത് ചൂണ്ടിടാനും വരില്ല, ഒന്നിനും വരില്ല. അപ്പോൾ രാത്രി അവരവിടെ തുറന്ന് വിടുകയാണ്. അത് മഴ ഇങ്ങനെ ഇപ്പോൾ 3-4 ദിവസം തീവ്രത ശക്തിയോട് മഴ പറഞ്ഞേക്കാണ്. അപ്പോൾ അവർക്ക് വിടാൻ എളുപ്പമുള്ള മാലിന്യം, ഫാക്ടറിൻ്റെ മാലിന്യം തള്ളുകൊണ്ടാണ് സംഭവിച്ചത്. അല്ല ഇത്രയും ഈ ഇതിൽ മീനിങ്ങനെ ചത്തു കൊണ്ടണമെങ്കിൽ അത്രയും കാഠിന്യമായ വിഷമാണ് വന്നത്.
ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെറിയ ഏരിയയിലൊക്കെ പണ്ടൊക്കെ കെട്ട് മുതലാളിമാർ ഏപ്രിൽ 14-ാം തീയതിക്ക് മുമ്പ് പിടിച്ചെടുക്കാൻ വേണ്ടി വിഷം കലക്കുമെന്നൊക്കെ പറയാറുണ്ട്. അതെന്തോ ഇത് പനാമറയിലായിട്ട് ഈ മണ്ണെണ്ണയൊക്കെ ഇഷ്ടയിൽ മുക്കിയിട്ട് ഇട്ടിട്ടാണ് ഒന്ന് പിലോപ്പിയൊക്കെ മന്നിക്കുമ്പോൾ പിടിച്ചെടുത്ത് വിൽക്കണ. പക്ഷെ ഇത് അതിനേലും ഡേഞ്ചറായ സംഭവമാണ് എനിക്കറിയാം. കരിമീൻ ചെറിയ പുള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ വരാപ്പുഴയിൽ നിന്നായാലും 100 രൂപ കിട്ടിയാൽ പോലും മേടിക്കുന്നതോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും വെള്ളത്തിൽ നമുക്കൊന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന കേസുള്ളൂ. ഇതുമ്പോൾ ഇത്രയും മീനുകളൊക്കെ ഓടുന്ന സ്ഥലത്ത് അത്രയും മീൻ ചത്ത് പൊന്തണമെങ്കിൽ ഇവർ എഴുതി തള്ളി വിടണേന്ന് മാത്രം നമ്മൾക്ക് ചിന്തിച്ചാൽ മതിയല്ല. ഒറ്റ ഒരു സെക്കൻഡ് കൊണ്ട് ഒരുപാട് ലിറ്റർ വെള്ളം പോരുമെന്നാണ് ആദ്യം. ഇപ്പം നമ്മൾ കാണുന്നത് ഈ പുഴയിൽ രാസമാലിന്യങ്ങൾ വളരെയധികം കെട്ടിക്കിടക്കുന്നതാണ്. ഈ രാസമാലിന്യങ്ങളിലാണ് കണ്ടമാനം മത്സ്യങ്ങൾ ഈ പുഴയിലൂടെ ചത്തുപൊന്തിയത്. വർഗീസ് ഇത് സ്ഥിരമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അടി കഴുകുന്നാണ് കുഴൽ വെച്ചേക്കണെന്നാണ് പറയണം. അപ്പോൾ ഇതുകൊണ്ട് പേരിൽ ഈ മത്സ്യങ്ങൾ ഇപ്പോഴല്ല ഈ ചത്തുകൊണ്ടിരിക്കണം. കാലങ്ങളായിട്ട് ഞാനിവിടെ കാണുന്നത് എൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഈ പൊങ്ങി കിടക്കണം. എന്നിട്ട് ആൾക്കാരെ പിടിച്ചത് നേരെ കച്ചവടത്തിന് കൊണ്ടുപോകും. ചിലപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ മേടിക്കുമല്ലോ വരാപ്പുഴ മാർക്കറ്റിൽ. ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. ഇത് ഭയങ്കര മോശമായിട്ടുള്ള സീനാണ് ഈ കാണിക്കുന്നത് മുഴുവനും. ഞാനിവിടെ ഈ ഏലൂർ തന്നെ താമസിക്കുന്നതാണ്. അപ്പോൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ തെറ്റാണ്. ഇനി ഇത് ആവർത്തിക്കരുതെന്ന് ഞാൻ പറയണം. ഇപ്പോൾ അവർ പൊല്യൂഷൻ കൺട്രോളിൽ പോയിട്ടുണ്ടെങ്കിൽ അവരൊന്നും അറിയുന്നില്ലെന്ന് പറഞ്ഞ് ഇന്നലെ കൈ കാണിച്ച് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കറിയാൻ പാടില്ല. മറ്റവർ ഈ വെള്ളം തുറന്നു വിട്ടതിൻ്റെ പേരിലാണ് മത്സ്യങ്ങൾ ചത്തത്. പേര് ഷംസുദ്ദീൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് പെരിയാറിൽ. അത് കൂടുതലായിട്ടും പാതാളം മുതൽ ഇങ്ങോട്ട് വരാപ്പുഴ വരെ ഉള്ള ഭാഗങ്ങളിൽ മീൻ ചത്തുപൊന്തുന്ന ഒരവസ്ഥ. അത് കൂടാതെ തന്നെ പുഴയിൽ കറുപ്പും നീലയും കലർന്ന നിറത്തിൽ, ചുവന്ന നിറത്തിലൊക്കെ വെള്ളം കാണുന്നു. ഇത് കഴിഞ്ഞ 5-8 വർഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്നൊരു പ്രതിഭാസമാണ്. ഭരണാധികാരികളോ മാലിന്യം ഒഴുക്കുന്ന കമ്പനികളോ സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തുന്നില്ല. ജീവികൾ അത് കരയിലായാലും വെള്ളത്തിലായാലും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരു മാനുഷിക പരിഗണന കാണിച്ചിട്ട് ഈ ഒഴുക്കി വിടുന്ന വെള്ളം അല്ലെങ്കിൽ മാലിന്യം, രാസവസ്തു കലർന്ന മാലിന്യം പുഴയിലേക്ക് ഒഴുക്കി വിടാതെ അതിന് സംസ്കരിക്കാനുള്ള പദ്ധതികൾ സർക്കാർ എല്ലാ കമ്പനികൾക്കും നിർദ്ദേശം നൽകി ഭാവിയിലെങ്കിലും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കേണ്ടതിൻ്റെ കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. കേരളം മുൻപന്തിയിലാണ്, എറണാകുളം മുൻപന്തിയിലാണ് എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള മനുഷ്യത്വരാഹിത്യ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആ വിശ്വാസ്യതയ്ക്ക് കളങ്കം ചാർത്തുന്നതാണ്. ഈ കായലിൽ പെരിയാറിൻ്റെ പുഴയാണെങ്കിലും ചില സ്ഥലത്ത് ഒഴുക്കില്ലാത്തടത്തൊക്കെ ധാരാളം മത്സ്യകൃഷിക്കാർ സ്വന്തം മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട്. ആ മത്സ്യങ്ങൾ പോലും പെട്ടെന്ന് ചത്ത്. നമ്മൾ ആ ഭാഗത്തുള്ള ആളുകൾ പറഞ്ഞത് മീനിങ്ങനെ ശ്വാസം കിട്ടാൻ വേണ്ടി മുകളിലോട്ട് വന്ന് അടിച്ചടിച്ച് ചത്ത ഒരു അവസ്ഥയാണ് കാണാറുള്ളത്. നമ്മൾ ഇന്നലെ മഴയായിട്ട് കാണാൻ പറ്റിയില്ല. ഇന്ന് അവിടെ വന്നപ്പോഴേക്കിനും എല്ലാ മീനുകളും ഒഴുകി പിഴല എന്ന ഭാഗത്തേക്ക് 10 കിലോമീറ്ററോളം ഒഴുക്കിൽ പെട്ടുപോയി എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആധുനിക മനുഷ്യൻ ജൈവ വൈവിധ്യമുള്ള ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ള ജീവികൾക്കും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ്.
പ്രത്യേകിച്ച് സർക്കാർ മെഷീനറി നല്ല രീതിയിൽ അതിൽ ഇടപെടുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ സത്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മീനും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ചത്ത് ഇതൊരു സ്ഥിരം പല്ലവിയാണ്. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോളോട് പറയുന്ന വാക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷട്ടർ തുറന്നു കഴിഞ്ഞപ്പോൾ ഉപ്പിൻ്റെ അംശം കയറിയത് കൊണ്ടിട്ടാണ് മീനുകൾ ചത്തു പോകാൻ കാരണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് അവർ പറയുന്ന പൊല്യൂഷൻ കൺട്രോളോട് പറയുന്നത് ഈ ഷട്ടർ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉപ്പിൻ്റെ ഓര് കയറിയത് കൊണ്ടിട്ട് ആണ് മീനുകൾ ചത്തു പൊങ്ങിയെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ദിവസം ആഭാസത്തിലാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളത്. എല്ലാവരും ഗവൺമെൻറ്റും മറ്റു കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം. ഡയാർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തു നിന്നല്ല. ഡയാർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തർക്കമൊന്നുമില്ല. വെള്ളം കെട്ടി നിർത്തി അവർ മഴ വന്നപ്പോൾ തുറന്നു വിട്ടു, അത്ര കാര്യമുണ്ട്. ഈ ജമാലിൻ്റെ അവിടെ ടാങ്ക്, വലിയ ടാങ്ക് കെട്ടിയിട്ടുണ്ട്. അതിന് ഈ മഴക്കാലത്ത് വെള്ളം തുറന്ന് അങ്ങോട്ട് വിടും. അപ്പോൾ പുഴയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആസിഡിൻ്റെ പവറുള്ളതാണ്, ആ വെള്ളത്തിൽ ആസിഡിൻ്റെ ഉള്ളതാണ്. അപ്പോൾ അതാണ് മീൻ ചാകാനുള്ള കാര്യം, അല്ലെങ്കിൽ വേറെ ഒന്നും ചാവില്ല. അതാണ് കാര്യം. എൻ്റെ പേര് മൊയ്തീൻ. ദൗർഭാഗ്യകരമായ സംഭവമാണ് 2 ദിവസം മുമ്പ് പെരിയാറിൽ സംഭവിച്ചത്. നമ്മുടെ ജൈവസമ്പത്തായ മത്സ്യങ്ങളെ കൂട്ടത്തോടെ കൊന്നെടുക്കുന്ന കമ്പനികളുടെ വിഷമലിനീകരണത്തിന് നാം എല്ലാവരും ജാഗരൂകരായിരിക്കണം. ഇത്യാദി പ്രശ്നങ്ങൾക്കെതിരെ മനസ്സാക്ഷികൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്ന് ഉന്നതമായി അപേക്ഷിക്കണം. ഇതിൻ്റെ ഭാഗമായി അന്വേഷിക്കുന്ന ആളുകൾ കണ്ടെത്തേണ്ടതല്ലേ. പല കമ്പനികളും നമ്മൾ പെരിയാറിൻ്റെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് അയ്യൂബ് എന്ന്. ഞാൻ ഈ നഗരസഭയിലെ മുൻ നഗരസഭാ ചെയർമാനും ഇപ്പോഴത്തെ ഓപ്പോസിഷൻ ലീഡറുമാണ്. ഈ പെരിയാറിൽ മത്സ്യം ചത്തുപോകുന്നത് ഇത് വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടുത്തെ വ്യവസായശാലകളിൽ നിന്ന് മാലിന്യങ്ങളും രാസവസ്തുക്കളും പുഴയിലേക്ക് പുറന്തള്ളപ്പെടുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിനൊരു പരിഹാരം കാണാനോ അല്ലെങ്കിൽ ആ കുറ്റക്കാരെ കണ്ട് നടപടി സ്വീകരിക്കാനോ ഇന്നവരെ തയ്യാറായിട്ടില്ല. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും പല ഘട്ടങ്ങളിലായിട്ട് വർഷങ്ങളായിട്ട് സമരവും നിവേദനങ്ങളും കൊടുത്ത് മടുത്തിരിക്കുകയാണ്. ഈ നാട്ടിലെ കുടിവെള്ള ക്ഷാമം വരുന്നു, കുടിവെള്ളത്തിൽ വിഷാംശം കലരുന്നു, മത്സ്യസമ്പത്ത് ചത്തടങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 7 പഞ്ചായത്തുകളിലായിട്ട് 2 നഗരസഭകളും 7 പഞ്ചായത്തുകളിലായിട്ടും മത്സ്യകൃഷി നടത്തുന്ന ഒട്ടനവധി സഹോദരങ്ങളുടെ ജീവിതമാർഗമാണ് അടഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ വരുന്ന മത്സ്യസമ്പത്താണ് അവർ കൃഷി ചെയ്യുന്ന മത്സ്യസമ്പത്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഴയുണ്ടായപ്പോൾ പകൽ മഴയുണ്ടായിരുന്നു. പകൽ രാത്രി കാലങ്ങളിൽ ഏത് ഒരു സ്ഥാപനത്തിൽ നിന്നും ഇത് തുറന്നു വിട്ടതാണ് ഈ മത്സ്യക്കുരുതിക്ക് കാരണം. അത് രാത്രി ഒരു മഴ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ രാത്രി 12 മണിക്ക് ശേഷമാണ് ഇത് തുറന്നു വിട്ടിരിക്കുന്നത്. ഇറിഗേഷൻ വകുപ്പ് ഷട്ടർ തുറന്നു കൊടുത്തും 12 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഇറിഗേഷൻ വകുപ്പും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് ചില രാഷ്ട്രീയ പാർട്ടികളുടെയും MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ രഹസ്യ സപ്പോർട്ടും ഇതിന് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് പരിസ്ഥിതിക്കാരും ജനങ്ങളും മണ്ഡലങ്ങളും ECBയിലേക്ക് സമരം നടത്തുകയും അപ്പോൾ ഒരു പരിഹാരം ഉടൻ തന്നെ ഒരു പരിഹാരം കാണാം എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കളക്ടർ കഴിഞ്ഞ ദിവസം RDOന് ഇത് പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണുന്നതാണ്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം മാറും. പക്ഷേ ഈ നാട്ടിലെ ജനം ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, ഇതിനൊരു പരിഹാരം കാണുന്നത് വരെ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇത് മത്സ്യം മാത്രമല്ല, നാളെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിൽ വരെ ഇപ്പോൾ തന്നെ വിഷാംശമുണ്ട്. നാളെ അത് കൂടി വന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാകും. ആ പ്രതിഷേധത്തിൽ
ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ജനങ്ങളുടെയും പിന്തുണ മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഗോപി, എൻ്റെ 18 വയസ്സ് വയലിൽ ഞാൻ ഈ ആതാളം പുഴയിൽ കുളിക്കുന്നതാണ്. ആ പുഴയിൽ കുളിച്ചാൽ ഇപ്പോൾ ഈ രോഗങ്ങളുണ്ടാവുകയാണ്. എല്ലാ കമ്പനികളിൽ നിന്നും രാസപദാർത്ഥങ്ങൾ ഈ പുഴയിലേക്ക് വിട്ടതിന് ശേഷം ഇപ്പോൾ കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഉണ്ടാകുന്നത്.